ഏറെ സന്തോഷത്തോടെ ജോജോ മാരിപ്പട്ടച്ചൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് എല്ലാം നന്ദിയും രേഖപ്പെടുത്തുകയാണ്. വളരെ തിടുക്കത്തിൽ ഒരു പക്ഷേ പല ധ്യാനങ്ങളുടെ ഇടയിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഒരു ധ്യാനമാണത്. അതുകൊണ്ട് പ്രത്യേകം ഞങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഈ കടപ്പാട് ഞങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ഇടവകയ്ക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഇതിനെ കരുതുകയും ചെയ്യുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. മാർപ്പാപ്പ ഇറക്കുന്ന പ്രമാണരേഖകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചാക്രിക ലേഖനം എന്ന് പറയുന്ന പ്രമാണരേഖ. തിരുഹൃദയത്തെ പറ്റി ഒരു പ്രമാണരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര ആഴ്ച മുമ്പ്. അതിനകത്ത് മാർപ്പാപ്പ പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രലോഭനത്തെ പറ്റി പറയുന്നുണ്ട്. മനുഷ്യന് പ്രലോഭനം ഉണ്ടാകാം. ആ പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ പറയുന്നു. കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആ നൈർമല്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന പ്രാർത്ഥനയാണത്. എന്നിട്ട് അദ്ദേഹം റഷ്യയിലെ വലിയൊരു സാഹിത്യകാരൻ ഡോസ്റ്റോവസ്കി എന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ ഒരു ഗ്രന്ഥം ഉദ്ധരിക്കുന്നുണ്ട്. ലോകത്തിലെ ഈ 2000 വർഷത്തെ ചരിത്രത്തിലെ സാഹിത്യകാരന്മാരിൽ വെച്ച് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 10 സാഹിത്യകാരനും ഒരാളാണ് ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ആളാണ് ഡോസ്റ്റോവസ്കി. അദ്ദേഹത്തിൻ്റെ ഡിമൻസ് എന്ന് പറയുന്ന പിശാചുക്കൾ എന്ന് പറയുന്ന ഒരു നോവല് ഉദ്ധരിക്കുന്നുണ്ട് മാർപ്പാപ്പ. അതിനകത്ത് നിക്കോളായി എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ കഥയുണ്ട്. നിക്കോളായി എന്ന് പറയുന്ന കഥാപാത്രം തിന്മ നിറഞ്ഞ വ്യക്തിയാണ്. ദുഷ്ടത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആത്യന്തികമായിട്ട് ഹൃദയമില്ലാത്തൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ നന്മ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാത്ത ഒരു വ്യക്തിയെ പറ്റിയാണ് ഡോസ്റ്റോവസ്കി തൻ്റെ നോവലിൽ പറയുന്നത്. നിക്കോളായി എന്ന് പറയുന്ന കഥാപാത്രം. നമുക്കറിയാം യൂദാസിനെ പറ്റി ബൈബിളിൽ പരാമർശമുണ്ട്. യൂദാസ് തിന്മയിൽ അകപ്പെട്ടു പോയി, പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയി അദ്ദേഹം. അങ്ങനെ ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടു. പിന്നീട് ഒരിക്കലും യൂദാസ് എന്നുള്ള പേര് ഒരു മനുഷ്യനും ഒരു കൊച്ചുകുട്ടിക്കും കൊടുത്തിട്ടില്ല. കാരണം അത് തിന്മയുടെ പ്രതിരൂപമാണ്. അതുപോലെ തിന്മയുടെ പ്രതിരൂപമായ നിക്കോളായി സുവറിക്കിൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തെ പറ്റിയുള്ള പരാമർശമാണ് മാർപ്പാപ്പ നടത്തുക. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് വലുപ്പമില്ലാതെ പോയി. ആരെയും അധികം സ്നേഹിക്കില്ല. എല്ലാവരെയും പറ്റി തിന്മയെ പറയുള്ളൂ. എല്ലാവരും വടക്കടിക്കും. അങ്ങനെ എല്ലാവരെയും എതിർക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ആരും അദ്ദേഹത്തെ സ്നേഹിക്കില്ല. ആരുടെയും ഒരു കരുതലോ ദയയോ അനുകമ്പയോ അദ്ദേഹത്തിന് കിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഹൃദയമില്ല. അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ഈ നിക്കോളായി എന്ന് പറയുന്ന ദുഷ്ട വ്യക്തി തന്നെ സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നു. കാരണം ഹൃദയമില്ലാത്തതുകൊണ്ട് ഒരു എതിർപ്പാണ്, അലങ്കോലപ്പെട്ടൊരു ജീവിതം. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളവരുണ്ടാകില്ല. എങ്കിലും കുറച്ചൊക്കെ ഈ നിക്കോളായി എന്ന് പറയുന്ന മനുഷ്യന്റെ ഹൃദയമില്ലായ്മ നമുക്കുണ്ടാകാം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുടുംബത്തിലുണ്ടാകാം അത്. ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഭർത്താവ് ചിലപ്പോൾ ഒരു വൈരാഗ്യ ചിന്തയോടുകൂടി, അസൂയോടുകൂടി, ശത്രുത മനോഭാവത്തോടുകൂടി ഭാര്യയോട് പെരുമാറില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനാകുമോ? ഭാര്യമാർ അങ്ങനെ തന്നെ ഭർത്താക്കന്മാരോട് പെരുമാറുന്ന രീതികളുണ്ട്.
മാതാപിതാക്കളും മക്കളും തമ്മിൽ ചിലപ്പോൾ ശത്രുതയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന അവസരങ്ങളുണ്ടാകാം. അയൽപക്കത്തുകാരും തമ്മിൽ ബന്ധമില്ലാത്ത സാഹചര്യങ്ങളുണ്ടാകാം. അതാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് കർത്താവിനോട് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചത്. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. എത്ര മനോഹരമായ അപേക്ഷയാണത്. പ്രഭാതത്തിൽ എണീക്കുമ്പോൾ നമ്മൾ പ്രഭാത പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ അപേക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇന്നേ ദിവസം ഞാൻ ഏത് ജീവിത രംഗത്ത് പ്രവർത്തിച്ചാലും, അത് വീട്ടിൽ അടുക്കളയിലാകാം, വീട്ടിൽ പരിസരത്താകാം, കച്ചവട സ്ഥലത്താകാം, ജോലി സ്ഥലത്താകാം, എവിടെ ആയിരുന്നാലും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടൊന്നും ഉണ്ടാകരുത് എന്ന അപേക്ഷ അത് പ്രഭാതത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ നമ്മൾ പ്രഭാതത്തിലും സായങ്കാലത്തും ജീവിതത്തിൽ ഉടനീളം ഇങ്ങനെ പ്രാർത്ഥന മനോഭാവത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ രാജ്യം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ രാജ്യം മനസ്സിൽ രൂപപ്പെടുത്താൻ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും. അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുത്ത കുറേയേറെ മനുഷ്യർ നമ്മുടെ സഭയിലുണ്ട്. പുണ്യന്മാരുടെയും പുണ്യവതികളുടെയും സഭയാണ് നമ്മുടേത്. എത്രയോ വിശുദ്ധന്മാരുടെ ചരിത്രം നമുക്കുണ്ട്. അവരെയൊക്കെ മനസ്സിൽ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനാകും. അങ്ങനെ പുണ്യപൂർണത പ്രാപിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിന് ഉണ്ടാകുന്ന ഒരു പേരാണ് ദൈവരാജ്യം. ആയത്തുപടി ഇടവക എന്ന് പറയുന്നതിന് പകരം ആയത്തുപടി ദൈവരാജ്യം. ഇവിടെ ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. ദൈവത്തിൻ്റെ രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവർ ആരും തന്നെ ഇല്ല എന്ന് പറയാൻ വിചാരിച്ചിന് സാധിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. വിചാരിച്ചിന് അത് ധൈര്യത്തോടുകൂടി പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം തിന്മകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റുകൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ പ്രാർത്ഥനാ രീതികൾ പലപ്പോഴും ഒന്നിച്ചു വന്ന് ഇങ്ങനെ കൂട്ടമായിട്ട് പ്രാർത്ഥിച്ചു പോകും. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ധ്യാനം എന്ന് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. സെമിനാരികളിൽ ശമാശന്മാരെ പരിശീലിപ്പിക്കുന്ന ഭാഗമായിട്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ അരമണിക്കൂർ ധ്യാനമുണ്ട്. ഏകാന്തതയിലിരുന്ന് മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകരിച്ച് ചിന്തിക്കാനുള്ള അവസരം. അങ്ങനെ ചിന്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന രീതികളുണ്ടെങ്കിൽ തിന്മ കടന്നു വരില്ല. കുറെ ഒച്ചപ്പാടും ബഹളത്തോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ല. ഞാൻ തനിച്ചിരുന്ന് എൻ്റെ ജീവിതത്തെപ്പറ്റി ഞാൻ സമഗ്രമായിട്ട് പഠിച്ച് എൻ്റെ ജീവിതത്തിൽ തിന്മ കടന്നു വരുന്ന വഴികൾ ഓരോന്ന് കണ്ടുപിടിച്ച്, അങ്ങനെ കണ്ടുപിടിച്ച ആ തിന്മകൾ ഇനി ഞാൻ ചെയ്യില്ല എന്ന് ഉറച്ച് തീരുമാനമെടുക്കാൻ ഓരോരുത്തർക്കും സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവരാജ്യം നമ്മിൽ കെട്ടിപ്പടുക്കാനാകുള്ളൂ. നമ്മൾ ദൈവരാജ്യം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹിക്കും, നമ്മളും എല്ലാവരെയും സ്നേഹിക്കും. സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥനയിലെ മനോഹരമായിട്ടൊരു അപേക്ഷയാണല്ലോ, അന്നന്നത്തെ അപ്പം ഞങ്ങൾക്ക് നൽകണമേ. അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. അവരെപ്പറ്റി നമുക്ക് അനുകമ്പയോടുകൂടി ചിന്തിക്കാനാകണം. ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ഇടവകയിൽ അങ്ങനെയുള്ള കുടുംബങ്ങളെ സഹായിക്കാനുള്ള സന്നദ്ധത നിങ്ങൾ കാണിക്കുന്നു. അത് നമ്മുടെ സഭയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. നമ്മുടെ അതിരൂപത തുടങ്ങിയ കാലത്ത് 1887 അരമന അവിടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ അരമന തീർന്നോടുകൂടി തന്നെ കുറേ അനാഥക്കുട്ടികളെ അരമനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. പിതാവിൻ്റെ കൂടെ അനാഥക്കുട്ടികൾ താമസിക്കുന്ന ഒരു അവസരം ഉണ്ടായി നമുക്ക്. പിന്നീട് അനാഥാലയം നമ്മൾ മൂക്കുന്നവർക്ക് മാറ്റുകയുണ്ടായി. CST സഹോദരന്മാരാണ് പിന്നീട് അത് നോക്കിയത്. എത്രയോ ബാലമന്ദിരങ്ങൾ നമുക്കുണ്ട്, എത്രയോ ആശുപത്രികൾ നമുക്കുണ്ട്, എത്രയോ ആതുരാലയങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ട് നമ്മൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഈ പ്രാർത്ഥനയിൽ ഉള്ളത്, ഈ അപേക്ഷയുള്ളത് കൊണ്ടാണ്. അന്നന്നത്തെ അപ്പം ഞങ്ങൾക്ക് നൽകണമേ. അന്നത്തെ അപ്പമില്ലാത്തവർക്ക് വേണ്ടി നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ നമ്മുടെ മനുഷ്യർ പോയി എന്തെല്ലാം സഹായങ്ങൾ കൊടുക്കുക. ഈ ദിവസങ്ങളിൽ ഞാനൊരു സിസ്റ്ററിനോട് പറഞ്ഞു, അവർക്കൊരു 150ഓളം അനാഥരായിട്ടുള്ള
മാനസിക രോഗികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവർക്ക് ആവശ്യത്തിലധികം ഭക്ഷണപദാർത്ഥങ്ങൾ അവിടെ കിട്ടുന്നു പറയുക. അപ്പോൾ അവർ വേറെ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തു വിടുന്നു. അവിടെ സഹായിക്കാൻ ആൾക്കാർ ചെല്ലുന്നു, ശുശ്രൂഷിക്കാൻ ആൾക്കാർ ചെല്ലുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധി വയനാട് മറ്റോ വന്നപ്പോൾ പറഞ്ഞൊരു പ്രസംഗം ഞാൻ കേൾക്കുകയുണ്ടായി. അവർക്ക് 19 വയസ്സ് പ്രായമുള്ളപ്പോഴേ അവരുടെ പിതാവ് മരിക്കുക, രാജീവ് ഗാന്ധി. ആ മരിച്ചതിന് ഒരു വാർത്ത അറിഞ്ഞ ശേഷം മദർ തെരേസ അവരെ സന്ദർശിച്ചു. അപ്പോൾ പ്രിയങ്ക ഗാന്ധി പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ആ പ്രിയങ്ക ഗാന്ധിയെ കാണണമെന്ന് പറഞ്ഞ് മുറിയിൽ ചെന്ന് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എന്ന് പ്രിയങ്ക ഗാന്ധി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി അസുഖമൊക്കെ മാറി കുറെ കഴിഞ്ഞ് കൽക്കട്ടയിലെ അവരുടെ ആശ്രമത്തിൽ, മദർ തെരേസയുടെ ആശ്രമത്തിൽ പോയി രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിട്ടുണ്ടെന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഒത്തിരിയേറെ പ്രസിദ്ധമാകുന്നതിന് കാരണം ദൈവരാജ്യം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന സ്നേഹപ്രവൃത്തികളാണ്. അങ്ങനെയുള്ള സ്നേഹപ്രവൃത്തികൾ വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യണം. നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ടാകണം. നമ്മുടെ ഇടവകയിൽ ഉണ്ടാകുന്ന സമ്പത്ത് നമ്മുടെ ഇടവക ജനത്തിനും ഇടവകയ്ക്ക് പുറത്തുള്ളവർക്കും വേണ്ടി പങ്കുവച്ചു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ അടയാളം മറ്റുള്ളവർ കാണുക. അങ്ങനെ നാം ജീവിതം, പൊതുവായിട്ടുള്ള ജീവിതവും വ്യക്തിപരമായിട്ടുള്ള ജീവിതവും ദൈവത്തിൻ്റെ രാജ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതായിട്ട് മാറണം. അങ്ങനെ വരുമ്പോൾ സമാധാനം ഉണ്ടാകും. കർത്താവ് ശിഷ്യന്മാരോട് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾക്ക് ഞാൻ സമാധാനം തരുന്നു. ലോകം തരുമ്പോഴുള്ള സമാധാനമല്ല. ലോകം തരുന്ന സമാധാനം, സന്തോഷമൊക്കെ ഭൗതിക കാര്യങ്ങളിലുള്ള ശ്രദ്ധയിലൂടെ വരുന്നതാണ്. അതല്ല, മനസ്സിൻ്റെ ആഴങ്ങളിൽ അനുഭവിക്കാൻ കഴിയുന്ന സമാധാനം, ശാന്തി. അതെപ്പോഴാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സിലെപ്പോഴും നന്മ നിറഞ്ഞു നിൽക്കുമ്പോൾ, യാതൊരു തരത്തിൽ അനീതിയും അക്രമവും എൻ്റെ മനസ്സിൽ വരാതിരിക്കുമ്പോൾ, ആരെപ്പറ്റിയും അസൂയ ചിന്തയില്ലാതിരിക്കുമ്പോൾ, എല്ലാവരെ പറ്റി നന്മ മാത്രം ചിന്തിക്കുന്ന മനസ്സും ഹൃദയവും ഉള്ളപ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ശാന്തി, സമാധാനം ഉണ്ടാകും. ആ ശാന്തിയും സമാധാനവും നിങ്ങൾ ഓരോരുത്തരിലും വ്യക്തിപരമായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ കൃത്യമായിട്ട് ആ ശാന്തി ഉണ്ടാകണം. അത് നമ്മുടെ കുഞ്ഞുമക്കൾ കണ്ടു പഠിച്ചിട്ട് അവർ വളരുമ്പോഴും അവരുടെ ജീവിതത്തിൽ ഈ ശാന്തിയും സമാധാനവും ഉണ്ടാകണം. അങ്ങനെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകുകയും എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായി മാറുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നീ പരിശുദ്ധൻ, നീ എന്നും സത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ആദ്യ ചൈതന്യമേ, ആത്മചൈതന്യമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ചേർന്ന് പാടി. ആദ്യ ചൈതന്യമേ, ആത്മചൈതന്യമേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ. ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവരെ നിറയണമേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ. ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ നിറയണമേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ. രണ്ട്
കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി പരിശുദ്ധാത്മാവേ. പോര 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 സ്വരമുയർത്തി വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. നിറയട്ടെ. കൈകൾ അടിച്ച് ശക്തിയോടെ പോരാ, നല്ല കൈയടി. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ശരീരത്തിൽ കാലങ്ങളായി പീഡിപ്പിക്കുന്ന തിന്മകളുടെ കെട്ടുകൾ അടിയട്ടെ. ശക്തി, മൈറ്റി പവർ, ഓ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ. നിറയണമേ നീ നിന്നുള്ളിൽ, നീ നാവുകളാൽ ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ, നീ നാവുകളാൽ ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയും പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയും പുതുജീവൻ പകരണമേ. കൈകൾ ഉയർത്തേ, കൈകൾ അടിച്ച് പാടി പാടി ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ തീരാവുകളായി ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയും പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയും പുതുജീവൻ പകരണമേ. രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവേ വിളിച്ച് 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 പോര 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 സ്വരമുയർത്തി. എല്ലാ നാവിനെ കെട്ടടിയട്ടെ, എല്ലാ നാവിനെ കെട്ടടിയട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ആത്മാവേ, കൈകൾ അടിച്ച് കണ്ണുകൾ അടച്ച് ഈ സമയം തന്നെ നമ്മുടെ കുടുംബത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടാൻ കൈയടിച്ചോളൂ. നിങ്ങളുടെ കൃഷിയിടങ്ങൾ ഇതാ വിശുദ്ധീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ കുടുംബത്തെ കാലങ്ങളായി പീഡിപ്പിക്കുന്ന തിന്മകളുടെ കെട്ടുകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഴിയപ്പെടുന്നു. നിങ്ങളുടെ കൃഷിയിടങ്ങളെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ അരൂപികളുണ്ടെങ്കിൽ ഈ സമയം കൈകളടിച്ച് പാടുമ്പോൾ ഇതാ നീ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവ് എന്റെ കുടുംബത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവ് എന്റെ കുടുംബത്തിന് ചുറ്റും പുതിയൊരു അഭിഷേകം പണിതുയർത്തുന്നു. ശക്തി, പവർ. നന്നായിട്ട് കൈയടിച്ചേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. പാടി പാടി ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. പാടി പാടി ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. പാടി പാടി ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ എന്നെ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ ചൈതന്യം ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ.
കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് എല്ലാവരും കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിശുദ്ധ പരമമാ ചേർന്ന് പാടിക്കൊണ്ട് കാരുണ്യമേ തമ്പുരാനെ എന്നും അങ്ങേക്കാരാധന. എല്ലാവരും പാടിക്കേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ കർത്താവേ എന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി താഴ്മയോടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേക്കാരാധന. എന്നും അങ്ങേക്ക് എന്നും അങ്ങേക്കാരാധന. സ്നേഹമുള്ളവരെ, ഞാൻ ആയിത്തുപടി ഇടവകയിലെ കൊച്ചച്ചൻ ഫാദർ ബിബിൻ മുളവരിക്കൽ. ആയിത്തുപടി ഇടവകയെ സംബന്ധിച്ച് സുവർണ ജൂബിലി കാലഘട്ടമാണിത്. ഈ ജൂബിലി കാലഘട്ടത്തിൽ ലഭിച്ച ഒരു വലിയ സൗഭാഗ്യമാണ് പോപ്പുലർ മിഷൻ ധ്യാനം. ഈ ധ്യാനം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വൈദികരോ സിസ്റ്റേഴ്സൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു എന്നതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നൊരു നവീകരണമായിട്ടാണ് പലപ്പോഴും പോപ്പുലർ മിഷൻ ധ്യാനം തോന്നിയിട്ടുള്ളത്. അവർ തന്നെ ജാഥ വിളിച്ച് വരുന്നതും അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതും എല്ലാം തന്നെ ജനങ്ങളുടെ പങ്കാളിത്തമാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലർ മിഷൻ എന്ന ആ പേര് തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ ധ്യാനം മുന്നോട്ട് പോകുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആത്മീയ ഉണർവിന് ഈ ജൂബിലി കാലഘട്ടത്തിൽ ഇത് കാരണമായി എന്നത് വലിയ സന്തോഷത്തോടെ ഓർക്കുന്നു. ആയിത്തുപടി ഇടവകയിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ പോകുമ്പോൾ ഇടവകയെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നൽകുന്ന ഈ അനുഭവം എല്ലാവർക്കും കൂടുതൽ സന്തോഷത്തിന് കാരണമാകുകയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരാൻ ഇടവകയും ചെയ്യട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് PC ജോസ്. ആയത്തുപടി ഇടവകയിലെ 2 കൈക്കാരന്മാരിൽ ഒരാൾ. ആയത്തുപടി ഇടവക വളരെ സന്തോഷിക്കുന്ന ഒരു അവസരമാണ് ഇത്. 1974 സ്ഥാപിതമായ ഈ പള്ളി 50 വർഷം പൂർത്തിയാക്കി സുവർണ ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവർണ ജൂബിലി ഇവിടെ സമാപിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പോപ്പുലർ മിഷൻ ധ്യാനം. വളരെ നല്ല രീതിയിൽ ഇടവകയിലുള്ള ജനങ്ങൾ 2 സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ധ്യാനത്തിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു. ലഭിച്ച ഈ അവസരത്തിന് ഞങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമായി കണക്കാക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ സുവർണ ജൂബിലി ഞങ്ങൾ പൂർത്തീകരിക്കുകയാണ്.